ആരാണ് അൽബീനോ ലുച്ചിയാനി? തിരുസഭയുടെ ചരിത്രത്തിൽ വെറും 33 ദിവസങ്ങൾ മാത്രം മാർപ്പാപ്പയായിരുന്ന വ്യക്തിയാണ് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പേരാണ് ആർച്ച് ബിഷപ്പ് അൽബീനോ ലുച്ചിയാനി. എന്താണ് ഈ മാർപ്പാപ്പയുടെ പ്രത്യേകത എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ ഹൃദയത്തിൽ ഒരുപാട് ആകർഷിച്ച ഒരു സംഭവമുണ്ട്. തിരുസഭയിൽ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു മാർപ്പാപ്പയാണ് ജോൺ പോൾ ഒന്നാമൻ. എങ്ങനെയാണ് ജോൺ പോൾ ഒന്നാമൻ എന്നൊരു മാർപ്പാപ്പ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത്? അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് തനിക്ക് മുൻപ് തിരുസഭയെ നയിച്ച, തൊട്ടു മുമ്പ് തിരുസഭയെ നയിച്ച 2 മാർപ്പാപ്പമാരെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് ജോൺ 23-ാമൻ മാർപ്പാപ്പ, യോഹന്നാൻ 23-ാമൻ. രണ്ടാമത്തേത് പോൾ 6-ാമൻ മാർപ്പാപ്പ. ഈ 2 മാർപ്പാപ്പമാരാണ് 2-ാം വത്തിക്കാൻ കൗൺസിലുകൾക്ക് നേതൃത്വം കൊടുത്തതും വിളിച്ചുകൂട്ടിയതുമൊക്കെ. തിരുസഭയുടെ ചരിത്രത്തിൽ നവീകരണത്തിൻ്റെ കാറ്റ് വീശുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഉപകരണങ്ങളായിരുന്നു ഈ 2 മാർപ്പാപ്പമാർ. അതിനുശേഷമാണ് പിന്നീട് ജോൺ പോൾ ഒന്നാമൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹം ഈ പേര് സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. തൻ്റെ മുൻഗാമിയായ ജോൺ 23-ാമൻ മാർപ്പാപ്പ തിരുസഭയ്ക്ക് വേണ്ടി ചെയ്ത നന്മകളും എല്ലാം നന്ദിയോടും കടപ്പാടോടുകൂടി അദ്ദേഹം ഓർത്തു. രണ്ടാമതായി അതിനുശേഷം 2-ാം വത്തിക്കാൻ കൗൺസിൽ തുടർന്നു കൊണ്ടുപോയ പോൾ 6-ാമൻ മാർപ്പാപ്പയെയും അദ്ദേഹം നന്ദിയോടും കടപ്പാടോടും കൂടി ഓർക്കുകയും ആ 2 പേരുടെയും പേരെടുത്തുകൊണ്ട് നന്ദി സൂചകമായി കടപ്പാടിൻ്റെ കൂപ്പുകരങ്ങളുമായി ആ 2 പേരുടെയും പേരുകൾ എടുത്തുകൊണ്ടാണ് പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അൽബീനോ ലൂച്ചിയാനി ജോൺ പോൾ ഒന്നാമൻ എന്ന മാർപ്പാപ്പയുടെ പേര് സ്വീകരിക്കുന്നത്. ഇതിന് കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തനിക്ക് മുമ്പ് കടന്നുപോയ തിരുസഭയെ നയിച്ച യോഹന്നാൻ 23-ാമൻ മാർപ്പാപ്പയും പോൾ 6-ാമൻ മാർപ്പാപ്പയും തിരുസഭയ്ക്ക് വേണ്ടി ചെയ്ത ആഴമായ ത്യാഗങ്ങളും ശുശ്രൂഷകളും നന്ദിയോടും കടപ്പാടോടും കൂടി ഓർത്തുകൊണ്ട് അത് ജനങ്ങൾ ഓർമ്മയിൽ തുടർന്നു കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പേര് സ്വീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതെന്താണ് നമ്മളോട് പറയുക? നന്ദിയുടെയും കടപ്പാടിൻ്റെയും ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു മാർപ്പാപ്പയായിരുന്നു വാഴ്ത്തപ്പെട്ട ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളോട് കടപ്പാടിൻ്റെ ഋണബാധ്യത കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ അനുദിന ജീവിതത്തിൽ. നമ്മെ പഠിപ്പിച്ച അധ്യാപകരോട്, നമ്മെ വളർത്തിയ മാതാപിതാക്കന്മാരോട്, നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന വ്യക്തികൾ ചെയ്ത പല കാര്യങ്ങളും തെറ്റാണെന്ന് സ്ഥാപിക്കുകയും അപ്രതീക്ഷിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും തനിക്ക് മുമ്പിരുന്നവർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള കാഴ്ചപ്പാട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ചില വ്യക്തികൾ ചില അധികാര കേന്ദ്രങ്ങളിൽ കണ്ടുവന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വാഴ്ത്തപ്പെട്ട ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തേണ്ട ഓർമ്മയായി മാറേണ്ടത്. നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കേണ്ട എത്രയോ വ്യക്തികളാണുള്ളത്. പലപ്പോഴും നമ്മൾ വളർന്ന് ഒരു നിലയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവരെ അറിയാതെ മറവിയുടെ ചക്രവാളങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി എന്തുമാത്രം കണ്ണുനീരോടുകൂടി അധ്വാനിച്ചിട്ടുണ്ട്. അവർ പ്രായമാകുമ്പോൾ നന്ദിയുടെയും കടപ്പാടിൻ്റെയും മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ അവരോട് സൂക്ഷിക്കുന്നുണ്ടോ? നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോട്, നമ്മളെ വളർത്തി വലുതാക്കിയവരോട്, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒരു നിലയിലൊക്കെ നമ്മൾ എത്തിച്ച നമ്മുടെ അധികാരികൾ, നമ്മുടെ സുപ്പീരിയേഴ്സ്, നമുക്ക് മീതെ അധികാരികളായിട്ടിരുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും സമ്പത്ത് വരുമ്പോൾ, പ്രശസ്തി വരുമ്പോൾ നമ്മൾ ഇവരെ മറന്നു പോവുകയാണ്. തിരുവചനം പഠിപ്പിക്കുന്നതും ഒരു നന്ദിയുടെ കടപ്പാടിൻ്റെ ഓർമ്മയാചരണം ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. ജീവിതം തന്നെയും കീറിമുറിച്ച് നമുക്ക് ക്രിസ്തു നൽകിയപ്പോൾ അതിന് ഇട്ട പേര് വിശുദ്ധ കുർബാന, യൂക്കറിസ്റ്റ് എന്നാണ്. യൂക്കറിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അത് നന്ദി പ്രകാശനം എന്നാണ്. അതിനെ അനാംനെസിസ് എന്നുകൂടി വിളിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ഓർമ്മയാചരണം.
അങ്ങനെ നോക്കുമ്പോൾ ഓരോ ബലിയും ഒരു ഓർമ്മയാചരണമാണ്. എന്തിൻ്റെ ഓർമ്മയാചരണം? നന്ദിയുടെയും കടപ്പാടിൻ്റെയും, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെയും ഓർമ്മകൾ, എല്ലാറ്റിലുപരിയായി തൻ്റെ ജീവൻ കുരിശിൽ നമുക്ക് വേണ്ടി അർപ്പിച്ചതിൻ്റെ ഓർമ്മയാചരിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ബലിയാണ് യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ യൂക്കറിസ്റ്റ് ബന്ധങ്ങളിൽ നിലനിൽക്കേണ്ടതുണ്ട്. ഒരു യൂക്കറിസ്റ്റ് ടച്ച് നമ്മുടെ ഓർമ്മകളിൽ വരേണ്ടതുണ്ട്. നമ്മളെ വളർത്തി വലുതാക്കിയവരെ, നമ്മളെ ഓരോ നിലയിൽ എത്തിച്ചവരെ കടപ്പാടിൻ്റെ കൂപ്പുകരങ്ങളുമായി ഓരോ ദിവസവും നന്ദിയോടുകൂടി ഓർത്ത് അവരുമായി സംസാരിക്കുവാൻ, അവരെയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഓർത്ത് വിളിക്കുവാൻ, അവരോട് കടപ്പാട് കാണിക്കുവാൻ വാഴ്ത്തപ്പെട്ട ജോൺ പോൾ ഒന്നാമൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്ന സങ്കീർത്തകനെയാണ് നമ്മൾ ബൈബിളിൽ കാണുക. യേശു തന്നെയും എപ്പോഴും പിതാവായി ദൈവത്തിന് നന്ദിയുടെ കടപ്പാടിൻ്റെ ഓർമ്മകളുമായി പിതാവിനെ വാഴ്ത്തുന്ന, നന്ദി പറയുന്ന വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നന്ദിയുള്ളവരായിട്ട് മാറാം ജീവിതത്തിൽ, നമുക്ക് കടപ്പാടുള്ളവരായിട്ട് മാറാം ജീവിതത്തിൽ. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ താബോർ ധ്യാന കേന്ദ്രത്തിൽ വഴിയോരത്ത് കിടന്ന ഒരു പട്ടി, അതിൻ്റെ മുഖത്ത് ആരോ വലിയൊരു സ്റ്റീലിൻ്റെ പാട്ട അതിൻ്റെ മുഖത്ത് ഇങ്ങനെ തറച്ചു വെച്ചിരുന്നു. എവിടെന്നോ ഇറച്ചി മോഷ്ടിച്ചതുകൊണ്ട് പ്രതികാരമായി ആരോ ചെയ്തതാണ്. അങ്ങനെ ചാവാറായി കിടക്കുന്ന ആ പട്ടി ആ വഴിയരികിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലെ ഡ്രൈവർ ഈ കാഴ്ച കണ്ട് ആ പട്ടിയെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് ആ പ്ലാസ്റ്റിക്കിൻ്റെ ചുളുങ്ങിക്കൂടിയ പാട്ട എടുത്തു മാറ്റി, അത് പുഴുവരിക്കുന്ന മുഖമായിരുന്നു, അത് കഴുകി തുടച്ച് മുറിവുകൾ വെച്ച് കെട്ടി അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ വളർത്തി. സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നൊരു കാര്യം, ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അതിലൂടെ പോയാൽ അത് വാലാട്ടില്ല, ഞങ്ങൾ ആര് പോയാലും അത് വാലാട്ടില്ല. പക്ഷേ അതിന് അന്നം നൽകിയ ഈ ഡ്രൈവർ അതിലൂടെ കടന്നു പോയാൽ ഏറെ സ്നേഹത്തോടുകൂടി ആ ഡ്രൈവറിൻ്റെ അടുത്ത് നിന്ന് അതിനെ നക്കുകയും വാലാട്ടുകയും സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്ന കാഴ്ച ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു പട്ടിയാണ്, മൃഗമാണെങ്കിൽ കൂടി എത്രയോ നന്ദിയുടെ കടപ്പാടിൻ്റെ ഓർമ്മകളാണ് അത് സൂക്ഷിക്കുക യജമാനനോട്. ഇതിനപ്പുറത്തേക്കുമുള്ള നന്ദിയുടെയും കടപ്പാടിൻ്റെയും ജീവിതം നയിക്കുവാൻ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമതായി ദൈവത്തോടുള്ള കടപ്പാട്, ദൈവം നമ്മളെ വളർത്തി സംരക്ഷിച്ചതിന്. രണ്ടാമതായി മാതാപിതാക്കന്മാരോട്, ഗുരുഭൂതന്മാരോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മളെ വളർത്തിയവരോട്, ഉപകാരികളോട് ഒക്കെ നന്ദിയും കടപ്പാടും സൂക്ഷിക്കുന്നവരായി നമുക്ക് മാറാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറാം. സാധിക്കുമെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഓർത്ത് സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരായി മാറാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ.